everyone, welcome to this particular class on investigative journalism. I'm sure നിങ്ങൾക്ക് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള വിഷയമാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, അന്വേഷണാത്മക പത്രപ്രവർത്തനം. ഞാൻ പോലും ജേർണലിസം പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും ആഗ്രഹമുണ്ടായിരുന്നൊരു മേഖലയാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആവണം. കൂടുതൽ പഠിക്കുമ്പോഴാണ് നമ്മളതിൻ്റെ ഡേഞ്ചേഴ്സിനെ കുറിച്ച് അറിയുന്നത്, പോസിബിലിറ്റികളെ കുറിച്ച് അറിയുന്നത്. സാധ്യതകളും പരിമിതികളും റിസ്ക്കുകളും എല്ലാം ഉള്ളൊരു മേഖലയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് ഇറ്റ്, വാട്ട് ഇസ് ദ ഹിസ്റ്ററി ഓഫ് ഇറ്റ്, അതെല്ലാമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. Investigative journalism is a field of journalism that uses fact gathering to expose wrongdoings by powerful individuals and institutions. This form of reporting has also been called advocacy, adversarial, crusading, watchdog, muckraking. ഇങ്ങനെ പല ടേമുകൾ നമ്മളുടെ ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അറിയപ്പെടാറുണ്ട്. Some claim that the very phrase investigative reporting is redundant since all reporting involves investigation of some kind. എന്തെങ്കിലും അന്വേഷണം നടത്തിയാലേ എന്തെങ്കിലും റിപ്പോർട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. The core of investigative reporting is its use of evidence, തെളിവുകൾ, to challenge authority and oppose deep-rooted, powerful political, governmental, corporate or religious groups on behalf of taking them on behalf of ordinary citizens. Investigative reporting has taken place in all forms of news media. പത്രങ്ങളിലുണ്ട്, മാസികകളിലുണ്ട്, റേഡിയോയിലുണ്ട്, ടെലിവിഷനിലുണ്ട്, ഓൺലൈൻ മീഡിയയിലുണ്ട്. ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നൊരു സ്റ്റൈൽ ഓഫ് ജേർണലിസം ഇവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. ഇറ്റ് ഹാസ് ഹ്യൂജ് ഡിമാൻഡ്. ഇറ്റ് റിക്വയർസ് ഇൻ്റർവ്യൂസ്, റിസർച്ച് ഇൻ ടു ഡോക്യുമെൻറ്റ്സ്, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഉപയോഗിച്ചുള്ള ഡേറ്റ ഗ്യാതറിങ്, ഇങ്ങനെ പല സാധ്യതകൾ. ചിലപ്പോൾ അണ്ടർ കവർ വേഷം മാറിയും ആൾ മാറിയൊക്കെ പോയിട്ട് ചില സ്ഥലങ്ങളിൽ ചെന്നൊക്കെ ഡേറ്റ കളക്ട് ചെയ്യൽ, സ്പൈ ക്യാമറകൾ ഉപയോഗിക്കൽ, ഇങ്ങനെയുള്ള പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം ഉപയോഗിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഇന്ന് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടേഴ്സ് ആർ കസ്റ്റോഡിയൻസ് ഓഫ് പബ്ലിക് കോൺഷ്യൻസ്. പൊതു മനസാക്ഷിയുടെ സൂക്ഷിപ്പുകാരാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ. Their stories call attention to the breakdown of social systems and the disorder within public institutions that cause injury and injustice. Investigative reporters are reformers, not revolutionaries. ഒരു സിസ്റ്റത്തെ തകർക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. ഒരു സിസ്റ്റത്തെ എങ്ങനെ നന്നാക്കാമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളുടെ ലക്ഷ്യം. They seek to improve the system by pointing out its shortcomings rather than advocating its overthrow. Investigative reporting can be time consuming and expensive. ചിലതൊക്കെ വളരെ സമയമെടുക്കും, കുറേ നാളെടുക്കും. ചിലപ്പോൾ അന്വേഷിച്ച് കുറേ ചെല്ലുമ്പോൾ ഒരു വാർത്ത അതിൽ കാണില്ല. ഇറ്റ് ക്യാൻ ലീഡ് ടു കോസ്റ്റ്ലി ലോസ്യൂട്ട്സ്. നിയമപരമായ പ്രശ്നങ്ങളുണ്ടാവാം, നമ്മുടെ മേൽ അറ്റാക്ക് ഉണ്ടാവാം. ഹവർ പ്രൊവൈഡിങ് എ ചെക്ക് ഓൺ അബ്യൂസസ് ബൈ അതോറിറ്റീസ്. അങ്ങനെ നോക്കുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഡെമോക്രസിയുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ വാച്ച് ഡോഗ് ഫംഗ്ഷൻ ഏറ്റവും നന്നായിട്ട് നടത്തപ്പെടുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിലാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഈസ് നോട്ട് സ്പെക്കുലേറ്റീവ് ജേർണലിസം. ഊഹാപോഹങ്ങൾ എഴുതുന്നതല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. ഇനി എന്താണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ചരിത്രം എന്നറിയുന്നത് വളരെ നല്ലതായിരിക്കും. എവിടെയാണ് ഇത് ആരംഭിച്ചത്, അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയായിരുന്നു, ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വന്നത്, ഇന്ത്യയിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണ്, ഇതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ സാധ്യതകൾ, പരിമിതികൾ നമ്മൾ വളരെ ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ലെറ്റ്സ് ഗോ ഇൻ ടു ദ ഹിസ്റ്ററി ഓഫ് ഇറ്റ്. ദ ഏർലിയസ്റ്റ് നോൺ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് ക്യാൻ ബി ട്രേസ്ഡ് to the first colonial newspaper published in 1690. 1690 പോലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടന്നിരിക്കുന്നു. ബെഞ്ചമിൻ ഹാരിസ്, എ ലണ്ടൻ പ്രിൻ്റർ who was driven out of England in 1686 under threat of imprisonment for producing pamphlets that offended British authorities, he produced North America's first English language newspaper. Remember the title? Public Occurrences, both foreign and domestic. That was the name of the newspaper. Now, in this first issue, Benjamin Harris exposed allegedly എന്ന് പറയാൻ ഉറപ്പില്ലാത്ത കാര്യമാണ്, അതുകൊണ്ടാണ് allegedly എന്ന് പറയുന്നത്. He alleged that there is cruel human right abuse of prisoners of war in US of that time. He also wrote about a royal sex scandal in which the King of France was involved. Just 4 days later, British authorities shut down the newspaper. The paper's first issue was also confiscated and he was immediately punished for the same. അപ്പം ലോകചരിത്രത്തിലെ ആദ്യ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ബെഞ്ചമിൻ ഹാരിസ് ഒറ്റ ഇഷ്യൂ പുള്ളിക്ക് ഇറക്കാൻ പറ്റുള്ളൂ, അതോടുകൂടി തന്നെ പുള്ളിക്കാരൻ്റെ കട പൂട്ടിച്ചു.
എ ജനറേഷൻ ലേറ്റർ ജെയിംസ് ഫ്രാങ്ക്ലിൻ വളരെ ഫേമസ് ആളാണ്. കാരണം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന അമേരിക്കയുടെ തന്നെ ഫൗണ്ടിങ് ഫാദറിൻ്റെ സഹോദരനാണ് ജെയിംസ് ഫ്രാങ്ക്ലിൻ. ഹി യൂസ്ഡ് ഹിസ് ബോസ്റ്റൺ ന്യൂസ് പേപ്പർ ദ ന്യൂ ഇംഗ്ലണ്ട് കറന്റ് ടു അറ്റാക്ക് the leaders for failing to put an end to piracy on the Atlantic Ocean. കടൽ കൊള്ളക്കാരെ തടയുന്നതിൽ അതോറിറ്റീസ് അലംഭാവം കാണിക്കുന്നു എന്ന ആരോപണവുമായിട്ട് അന്വേഷണാത്മക റിപ്പോർട്ടുമായിട്ട് അദ്ദേഹം പുറത്തു വന്നു. ജെയിംസ് ഫ്രാങ്ക്ലിനും ഏകദേശം ഇത് തന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹത്തിനെയും പത്രത്തിൻ്റെ പ്രവർത്തനം നിർത്തിച്ചു. പക്ഷേ അയാൾ പറഞ്ഞു, എക്സ്പോസിങ് പബ്ലിക് വിക്കഡ്നെസ് ഈസ് എ ഡ്യൂട്ടി വിച്ച് എവ്രി മാൻ ഓസ് ടു ഹിസ് കൺട്രി. അതായിരുന്നു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ബ്രദറായ ജെയിംസ് ഫ്രാങ്ക്ലിൻ്റെ ആർഗ്യുമെൻറ്റ്. ബൈ ദ ബിഗിനിങ് ഓഫ് ദ 20th century, however, exposed journalism had become widespread. Investigative journalism had become widespread. In fact, in 1906, President Theodore Roosevelt invented a word to describe the investigative dirt diggers. He used the muckrakers. Muck എന്ന് പറഞ്ഞാൽ മട്ട്. കാപ്പിയെ കുടിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സെഡിമെൻ്റ് ഉണ്ടാവും, ദാറ്റ്സ് മട്ട്, muckrakers. So he said, by doing muckraking, the journalists are purifying the society. That was the very opinion of Theodore Roosevelt himself. The first 2 decades of the 20th century was known as the golden era of investigative journalism. Social injustice-നെതിരെയുള്ള വളരെയധികം അന്വേഷണാത്മകമായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്തായിരുന്നു ഈ മക്രേക്കിംഗ് ജേർണലിസ്റ്റുകൾ ടാർഗറ്റ് ചെയ്തത്? കോർപ്പറേറ്റ് റോങ് ഡൂയിങ്സ്, ഗവൺമെൻറ് മിസ്ബിഹേവിയർ, സോഷ്യൽ ഇൻജസ്റ്റിസ്. സ്റ്റീഫൻ ഡോറിൽ എന്നുള്ളൊരു ഓഥറുണ്ട്. അദ്ദേഹം പറയുന്നത് മെത്തഡോളജി ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻഡെപ്ത് ആൻഡ് നിയർ ഒബ്സഷണൽ റിസർച്ച്, ഡോഗ്ഡ് ഡിറ്റർമിനേഷൻ, അക്യുമുലേറ്റഡ് നോളജ്, ടീം എഫേർട്ട് ആൻഡ് ദ ക്രൂഷ്യൽ സപ്പോർട്ട് ഓഫ് എഡിറ്റേഴ്സ്. ഒരു പത്രത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ടൊരു ന്യൂസ് ജേർണലിസ്റ്റിന് തന്നെ പല കാര്യങ്ങളും പെർസ്യൂ ചെയ്യുന്നതിൽ വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തെ കുറിച്ച് പറയുമ്പോൾ മറക്കരുതാത്ത ഒരു കാര്യം, ദർ ഇസ് സംതിങ് കോൾഡ് പീപ്പിംഗ് ടോം സിൻഡ്രം. എന്താണ് പീപ്പിംഗ് ടോം സിൻഡ്രം? ഒളിഞ്ഞു നോക്കാനുള്ളൊരു പ്രവണത. വേറെ ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കിയിട്ട് എന്തെങ്കിലും എഴുതുന്നതല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. എസ്പെഷ്യലി പ്രസൻറ്റ് ടെലിവിഷൻ ജേർണലിസത്തിൽ അത്തരമൊരു മിഥ്യാധാരണ വരുന്നുണ്ട്. പീപ്പിംഗ് ടോം സിൻഡ്രം, കീ ഹോൾ ജേർണലിസം. ഓക്കെ, ആരുടെയെങ്കിലും മുറിയിലേക്ക് നമ്മൾ അയാളുടെ സ്വകാര്യതയിലേക്ക് ക്യാമറ പിടിക്കുന്നതല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. ക്വാളിറ്റി ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഈസ് ആൻ അക്കാഡമിക് എക്സർസൈസ്. അതിൽ ബൗദ്ധികമായൊരു വലിയ എക്സർസൈസ് ഉണ്ട്. എന്തെങ്കിലും കുതന്ത്രങ്ങൾ കൊണ്ട് ആളുകളെ വീഴിക്കുന്നതല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. അസ്പയറിംഗ് ജേർണലിസ്റ്റുകൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. It is not intrusion into privacy. It is not peeping Tom syndrome. It is an academic exercise through which we dig out information and then come out with something, revealing something that's good for the society. I am sure you have heard of this journalist called Daniel Pearl. ഒരു ഹോളിവുഡ് സിനിമ പോലും ഡാനിയൽ പേളിനെ കുറിച്ച് വന്നിരുന്നു. ഡാനിയൽ പേൾ അമേരിക്കൻ ജേർണലിസ്റ്റ് ആയിരുന്നു. സൗത്ത് ഏഷ്യൻ കറസ്പോണ്ടൻറ്റ് ഓഫ് വാൾ സ്ട്രീറ്റ് ജേർണൽ. He was kidnapped and then hacked it in Pakistan in February 2002. He was an investigative journalist. He was trying to disprove the claim by Pakistan government that all the terrorist groups in the country were fully suppressed. Daniel Pearl gave a news story on the front page of Wall Street Journal about the increase in terrorist groups in Pakistan. He was kidnapped and then hacked to death. Considering him a CIA, Central Investigative Agency, അമേരിക്കൻ ചാര ഏജൻസിയാണ്, CID ഏജൻ്റ് ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു. നമ്മളെന്താണ് പറഞ്ഞു വരുന്നത്? ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അപകടകരമായ ഒരു ജോലിയാണ്. അണ്ടർ കവർ ജേർണലിസം എന്നൊരു വാക്കുന്നുണ്ട്. അണ്ടർ കവർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വേറൊരാളെ ഡിസ്ഗൈസ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് അണ്ടർ കവർ ജേർണലിസം എന്ന് പറയുന്നത്. അപ്പം അണ്ടർ കവർ ജേർണലിസം സാധാരണ ചുമ്മാ ആർക്കും പോയി ചെയ്യാവുന്നതല്ല. എക്സ്പീരിയൻസ്ഡ് ജേർണലിസ്റ്റുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്തെങ്കിലും കാരണവശാൽ നമ്മൾ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ, നമ്മൾ മറ്റൊരാളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടമാണ്. ഹിസ്റ്ററിയിൽ അണ്ടർ കവർ ജേർണലിസ്റ്റിൻ്റെ ഒത്തിരി നല്ല രസകരമായ ഉദാഹരണങ്ങളുണ്ട്, ഇന്ത്യയിലടക്കം. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തന്നെ അടുത്ത സെക്ഷനിൽ അതിൻ്റെ ഇന്ത്യൻ ഉദാഹരണങ്ങൾ നമ്മൾ പലതും പറയും. അപ്പോൾ ചിലപ്പോൾ ഒരു അണ്ടർ കവർ ജേർണലിസ്റ്റ് ഒരു ഡ്രഗ് മാഫിയയുടെ ഒപ്പമാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അതിനിടയ്ക്ക് അവർ കൊലപ്പെടാം, അതിനിടയ്ക്ക് അവർ രഹസ്യം ചോർത്താൻ വന്നവരാണ് എന്നറിയുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു വധിക്കപ്പെടാം, പോലീസ് അവരെ തെറ്റിദ്ധരിച്ച് അറസ്റ്റ് ചെയ്യാം. അണ്ടർ കവർ ജേർണലിസം എന്ന് പറഞ്ഞാൽ യു ആക്ട്
യു കവർ അപ്പ് യുവർ സെൽഫ് ഫോർ സംതിങ് എൽസ് ആൻഡ് ദെൻ ആക്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. അണ്ടർകവർ ജേർണലിസ്റ്റിൻ്റെ ചരിത്രത്തിൽ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഫസ്റ്റ് ഐ വിൽ ഗിവ് യു സം ഫോറിൻ എക്സാമ്പിൾസ്, ദെൻ ഐ വിൽ കം ടു ദി ഇന്ത്യൻ എക്സാമ്പിൾസ്. ആദ്യത്തെ ആൾ W.T സ്റ്റീഡ്. അദ്ദേഹം പ്രോസ്റ്റിറ്റ്യൂഷൻ, കുട്ടികളുടെ പ്രോസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിയതിന് ശേഷം എന്താ പറയുക, ഈ ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്തു. ഈ W.T സ്റ്റീഡ് ശരിക്കും 1912 ടൈറ്റാനിക് മുങ്ങിയപ്പോൾ അന്ന് മരിച്ചുപോയ ഒരു ലോകപ്രശസ്തനായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ്. പിന്നെ ഒരാളാണ് ഹണ്ടർ എസ് തോംസൺ. 1907 he found that there were several gangs indulging in robbery on bikes. Hunter Thomson became one among them. He was put under custody. His experiences are in the book Hell's Angels എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഒരു സിനിമയായിട്ടൊക്കെ അത് ഇറങ്ങിയിട്ടുണ്ട്. സോ ഹണ്ടർ എസ് തോംസൺ, ഞാൻ പറഞ്ഞല്ലോ 1900 ശേഷമുള്ള 2 ഡെക്കേഡ് ഗോൾഡൻ എറ ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആയിരുന്നു എന്ന്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഹണ്ടറും സ്റ്റീഡുമൊക്കെ ഇത്തരം ജേർണലിസ്റ്റിൻ്റെ നല്ല ഉദാഹരണങ്ങളായിരുന്നു. പക്ഷേ ഓൾ ഓഫ് ദം ഹാഡ് ട്രമെൻഡസ് ട്രബിൾ ഓൾസോ. ഒത്തിരി റിസ്ക് എടുത്താണ് അന്നത്തെ അന്വേഷണാത്മക പത്രപ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. There is another person called Richard Price. He was also an American investigative journalist. He exposed the drug trafficking mafia. Now, in order to identify himself with them, he became a drug addict. His experience with them are found in the book The Clockers. This was also made into a Hollywood film later. കാരണം ഇതിലേക്ക് ഒത്തിരി ഡ്രാമയുണ്ട്, ഒത്തിരി അഡ്വഞ്ചറുണ്ട്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലോകചരിത്രത്തിൽ ഏറ്റവും ശക്തമായിട്ട് ഓർമ്മിക്കപ്പെടുന്ന ഒരു കാര്യമാണ് വാട്ടർഗേറ്റ് സ്കാൻഡൽ. അത് 2 ജേർണലിസ്റ്റുകൾ, ബോബ് വുഡ്വാർഡ് ആൻഡ് കാൾ ബേൺസ്റ്റീൻ, വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ജേർണലിസ്റ്റുകളായിരുന്നു. അവർ റിച്ചാർഡ് നിക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ദുർചെയ്തികളെല്ലാം എക്സ്പോസ് ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടാണ്. റിച്ചാർഡ് നിക്സൺ മിസ്യൂസ്ഡ് ഹിസ് ഒഫീഷ്യൽ പവർ ടു ലീക്ക് ഇൻഫോർമേഷൻ ബൈ ഇലക്ട്രോണിക് ഡിവൈസസ് ഫ്രം റൈവൽ പാർട്ടീസ് ഇലക്ഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് ദ വാട്ടർഗേറ്റ് അപ്പാർട്ട്മെൻറ്റ്സ്. ദിസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ലെഡ് ടു ദ റെസിഗ്നേഷൻ ഓഫ് റിച്ചാർഡ് നിക്സൺ. റിമെമ്പർ, റിച്ചാർഡ് നിക്സൺ മാത്രമാണ് ഈ അമേരിക്കയുടെ ഇത്രയും വർഷത്തെ ചരിത്രത്തിനിടയ്ക്ക് ഓഫീസിലായിരിക്കുന്ന അവസ്ഥ റിസൈൻ ചെയ്ത് പോകേണ്ടി വന്ന ഏക പ്രസിഡന്റാണ് റിച്ചാർഡ് നിക്സൺ. സോ ദാറ്റ് ഈസ് എ പവർ ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. ബോബ് വുഡ്വാർഡ്, കാൾ ബേൺസ്റ്റീൻ, മറക്കരുത് ആ പേരുകൾ. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പേരാണ് മൈക്കൽ ഇസിക്കോഫ്. മൈക്കൽ ഇസിക്കോഫിൻ്റെ ന്യൂസ് വീക്ക് അതിൻ്റെ റിപ്പോർട്ടറായിരുന്നു. 98 he is the one who broke the news of Bill Clinton's sexual affair with Monica Lewinsky. അന്ന് ബിൽ ക്ലിൻ്റൺ ആദ്യം നുണ പറയേണ്ടി വന്നു. അതിനുശേഷം രാജ്യത്തിന് മുമ്പിലും ലോകത്തിന് മുമ്പിലും അമേരിക്കൻ പ്രസിഡന്റ് പരിഹാസിതനായി. പവർ ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് അത്തരമൊരു വാർത്തയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചത്. അപ്പോൾ കുറേ പേരുടെ എക്സാമ്പിൾ ഫോറിൻ എക്സാമ്പിൾസ് പലതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1600കളുടെ അവസാനത്തിൽ ആരംഭിച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം 1900 അതിൻ്റെ ഗോൾഡൻ എറയിലെത്തി ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. വിദേശ രാജ്യങ്ങളുടെ ഉദാഹരണങ്ങൾ നമ്മളിനി പറഞ്ഞതെല്ലാം. ഇന്ത്യയിലും ഷൈനിങ് എക്സാമ്പിൾസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഉണ്ട്. സമൂഹത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച പല സിസ്റ്റങ്ങളെയും പ്യൂരിഫൈ ചെയ്യാനായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ആയിട്ട് നടന്ന പല ഇൻവെസ്റ്റിഗേറ്റീവ് കേസുകളുമുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.